എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. പടിഞ്ഞാറൻ ചുഴലിക്കൊടുങ്കാറ്റ് ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. ബംഗാൾ കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. നദികളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ തെക്കൻ ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. എറണാകുളത്തും പത്തനംതിട്ടയിലും മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കനത്ത മഴയിൽ എറണാകുളം ജില്ലയിൽ 179 വീടുകൾ ഭാഗികമായും 3 വീടുകൾ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ ശക്തമായ മഴയിൽ ഇരുനില കെട്ടിടം ഭൂമിക്കടിയിലേക്ക് ഇടിഞ്ഞു താഴ്ന്നു. 9 നദികളിൽ കേന്ദ്ര ജല കമ്മീഷൻ പ്രളയസാധ്യതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഭാരതപ്പുഴയും പെരിയാറും കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുകയാണ്. ശക്തമായ മഴയിൽ കണ്ണൂർ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ പല വീടുകളിലേക്കും വെള്ളം കയറിയിരിക്കുകയാണ്. കോട്ടയം ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഭൂതത്താൻകെട്ട് ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്ന സാഹചര്യത്തിൽ പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. പൊന്മുടി ഡാമിന്റെ 3 ഷട്ടറുകൾ തുറന്ന സാഹചര്യത്തിൽ തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇഷ്ടപ്രദേശത്ത് ശക്തമായ മഴ തുടർന്ന സാഹചര്യത്തിൽ ആശങ്കയും. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉയരുകയാണ്. സംസ്ഥാനത്ത് 1 മണിക്കൂറുകളിൽ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. തീവ്രമഴ കണക്കിലെടുത്ത് ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റുള്ള 11 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ്. മഴക്കൊപ്പം മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിന്റെ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. തീരദേശ മേഖലകളിൽ കടലേറ്റവും ഉയർന്ന തിരമാലകളും തുടരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരങ്ങളിൽ റെഡ് അലർട്ടും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള തീരപ്രദേശത്ത് ഇന്ന് രാത്രി വരെ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂൺ മുതൽ മഴയുടെ തീവ്രത കുറയുമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് ഇന്ന് 9 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ മിന്നൽ ചുഴലിയിൽ കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾ പറന്നുപോയി. തൃശൂർ, എറണാകുളം ജില്ലകളിൽ 1 മണിക്കൂറുകളിൽ അതിതീവ്ര മഴ തുടരുന്നതാണ്. കാസർഗോഡ് ചട്ടഞ്ചാലിൽ ദേശീയപാതയിൽ വെള്ളച്ചാട്ടത്തിന് സമാനമായി വെള്ളം റോഡിലേക്ക് കുത്തിയൊലിക്കുകയാണ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യത. 1 മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.